ഭാര്യ ഒളിച്ചോടിപ്പോയി, ഭർത്താവ് ഭാര്യയുടെ അനിയത്തെ കെട്ടി, അത് വേറൊരുത്തൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയി. ഇതൊരുമാതിരി വല്ലാത്ത പണിയായി പോയല്ലേ. പ്രളയം പേടിച്ച് ഏർമാടം കെട്ടിയപ്പോൾ അത് കൊടുങ്കാറ്റ് കൊണ്ടുപോയെന്ന് പറഞ്ഞ അവസ്ഥയായിപ്പോയി. ഇവിടെ എനിക്കൊരുക്കി ഉണ്ടായിരുന്നു. എടിയേ എടിയേ എടി, എന്താ മനുഷ്യനെ ഇവിടെ കിടന്ന് കടിയേ മനുഷ്യൻ എങ്ങോട്ടും ഒന്നും മാറണ്ട. അപ്പൊ തുടങ്ങും കടിയേ. എന്താ മനുഷ്യ? എടി, നീ ഇവിടെ ഉണ്ടോന്ന് അറിയാൻ വേണ്ടി ഒന്ന് വിളിച്ചതാണ്. അയ്യോ, ഞാൻ ആരുടെ കൂടി ഓടിപ്പോയെന്ന് കരുതിയാ. ആ ബാക്കി എനിക്കുണ്ടാവുന്ന ഒരു പ്രതീക്ഷയേ ഇല്ല. എന്റെ മനുഷ്യനാ, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. ദേഷ്യപ്പെടരുന്ന്. നീ ദേഷ്യപ്പെട്ടാലേ നിന്നെ കാണാൻ ഒരു ഭംഗിയില്ല. അപ്പൊ ദേഷ്യപ്പെട്ടില്ലെങ്കിലോ? ഒട്ടും ഭംഗിയില്ല. ഓ, നിങ്ങൾ പറയുള്ളത് എനിക്കറിയാം. നിനക്കറിയോ തെക്കേലെ ഉഷ ചേച്ചി ഇന്നലെ പറഞ്ഞത് എന്താണെന്ന് അറിയോ? എന്തെന്ന്? നമ്മുടെ കല്യാണ ഫോട്ടോ കണ്ടിട്ടേ അവര് പറയാണ് ഉർവശിനെ ശ്രീനിവാസനെ പോലെ ഇരിക്കണത്. ശ്രീനിവാസൻ ഓക്കെ, ഉർവശി എനിക്ക് മനസ്സിലായില്ല. ഞാൻ നീ ഉർവശി, അപ്പൊ യഥാർത്ഥത്തിൽ ഉർവശി എന്ന് എനക്ക് അറിയില്ല. നിങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെ പറയുവാണെന്ന് എനിക്കറിയാം. നീ ദേഷ്യപ്പെടുത്തി ഇങ്ങോട്ട് വാ. പിണങ്ങല്ലേ, ഇങ്ങോട്ട് വാ. അതെ ചേട്ടായി, നാളെ മുതൽ പുതിയൊരു ജീവിതം തുടങ്ങാൻ പോവുകയാണ്. എന്നെ മനുഷ്യന് ഇതാണല്ലേ നിങ്ങളുടെ മനസ്സിലിരിപ്പ്. അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹം കാണിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി നിങ്ങൾ ഏതപട കൂട്ടത്തിൽ ജീവിതം തുടങ്ങാൻ പോണെന്ന് പറഞ്ഞു. നിങ്ങളുടെ വായിൽ എന്നാ കുരുവാണ്. നിങ്ങൾക്ക് നേരത്തെ പറയാൻ പറ്റുന്ന ഞാൻ ആ സുരേഷുമായിട്ട് അഡ്ജസ്റ്റ്മെന്റിൽ എത്തിയാലായിരുന്നു. നീ സുരേഷുമായിട്ട് എന്ത് അഡ്ജസ്റ്റ്മെന്റ് എത്തോന്ന്? നിങ്ങളെ കൈയും കാലും തല്ലോടിച്ച് ഇവിടെ ഇടുവന്നു. എന്നിട്ട് ഞാൻ മേലെടുത്ത് തന്നാ മതിയല്ല. എടി, നീ പറഞ്ഞു ഇത് എങ്ങോട്ടാണ് ഈ കയറി പോണത്? പിന്നല്ലാതെ. എടി, ഞാൻ പറഞ്ഞ എന്താണെന്ന് നിനക്ക് മനസ്സിലായ? ഇന്ന് 2024 ഇവിടെ അവസാനിക്കുകയാണ്. നാളെ 2025 തുടങ്ങുകയാണ്. അപ്പോ പുതിയ പ്രതീക്ഷകളും പുതിയ തീരുമാനങ്ങളും പുതിയ പ്രതിജ്ഞയുമായിട്ട് നമ്മൾ പുതുവർഷത്തിലേക്ക് കാലെടുത്ത് അങ്ങ് കുത്തിയാണ്. ആ കാര്യമാണ് ഞാൻ എന്റെ അടുത്ത് പറഞ്ഞത്. ചേട്ടായി പറഞ്ഞത് സത്യമാണോ? സംശയമുണ്ടോ? എന്നാലേ എന്നോട് പറ, എന്ത് ഇനി മേലെ വെള്ളം അടിക്കരുതെന്ന്. ഞാൻ വെള്ളമടി നിർത്തി. അങ്ങനല്ല, പിന്നെ എന്നോട് പറ. എടി, ഞാൻ നിർത്തി. സത്യം 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 സത്യം. അതെ, എന്നോട് പറ. എന്ത്? ഇങ്ങനെയല്ല, ഐ ലവ് യു എന്ന്. അത് മോഹൻലാല്, ഇത് റബ്ബർ വെട്ടാൻ പോണ കുഞ്ഞു. ചേട്ടാ, ഞാനൊരു കാര്യം പറയട്ടെ. 2024 നമുക്ക് മറക്കാൻ പറ്റാത്ത കാര്യം എന്താണെന്ന് പറയോ? മാർച്ച് നമുക്ക് മറക്കാൻ പറ്റൂല. എന്തേ? അന്നല്ലേ നമ്മൾ പുതിയ ബൈക്ക് വാങ്ങിച്ചത്. അപ്പൊ ജൂലൈ നമുക്ക് ഒട്ടും മറക്കാൻ പറ്റില്ല. ജൂലൈ നമുക്ക് എന്താന്ന്? പിന്നെ അന്നല്ലേ CC കാർ വന്ന് ആ ബൈക്ക് എടുത്തിട്ട് പോയത്. ആ കാര്യം എന്നെ ഓർമ്മിപ്പിക്കല്ലേ എന്റെ പൊന്നോ. വേറൊരു കാര്യമുണ്ട്, അതറിയോ? നിന്റെ അച്ഛനെ പട്ടി അടിച്ചത്. അതല്ലെന്ന്. പിന്നെ ജനുവരിയിലൊന്നുമില്ല. ജനുവരി ഒന്നുമില്ലേ? ജനുവരിയിലുണ്ട്. എന്തോന്ന്? അന്നല്ലേ ഞാൻ ടീച്ചറായിട്ട് എനിക്ക് ജോലി കിട്ടിയത്. ടീച്ചർ? പിന്നെ നിന്റെ വർത്താനം കേട്ടാത്തോന്ന് നീ ഏതാണ്ട് +2 പഠിപ്പിക്കാൻ പോണത്. ഈ ഇച്ചിരി ഇല്ലാത്ത പിള്ളേരുടെ ചെന്ന് കാക്കേ കാക്കേ കൂടെ ഇവിടെ നിന്നുള്ള പാട്ട് പഠിക്കാൻ പോണില്ലേ? അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ എന്ത് പറഞ്ഞാലും പുച്ഛമാണ്. ഞാനേ അങ്ങനെയുള്ള പാട്ടാണ് പഠിപ്പിക്കണമെങ്കിൽ നിങ്ങൾക്കറിയാമോ, ഞാൻ പഠിപ്പിക്കുന്ന പാട്ട് യൂട്യൂബിൽ ഹിറ്റ്. ഏത് പാട്ട് കേൾക്കണോ? പാടട്ടെ. ടപ്പ് 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 കുതിര കുഞ്ഞേമാ, ബൗ 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 പട്ടിക്കുട്ടി വാ, മ്യാവ് 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 പൂച്ച കുഞ്ഞേമാ, കാ 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 കാക്ക കുഞ്ഞേമാ. നല്ലൊന്നാതെ ന്യൂ ഇയർ ആയിട്ട് ഈ ആശാനെ കിടത്തി ഉറക്കാനാണോ പ്ലാൻ? ആശാനെ കിടത്തി ഉറക്കാൻ ആശാൻ കുഞ്ഞാണ്, കുഞ്ഞല്ല, അറിയാമോ? ആഹാ, ആശാൻ നല്ല ചൂടിലാണല്ലോ. അതെ ആശാൻ, നിങ്ങൾ വന്നേ, ഞാൻ റമ്മ് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഡ്രം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് കൊട്ടടാ, ഞാൻ ഇവിടെ നിന്ന് പാട്ട് പാടാം. എന്റെ ആശാൻ, ഞാൻ അതൊന്നും അല്ല പറഞ്ഞത്. ഈ ന്യൂ ഇയർ ആയിട്ട് ആശാൻ ഒരു സാധനം കൊണ്ട് വാങ്ങിച്ചു വന്നില്ല, പിന്നെ ശരിയാകുമോ? ഇത് ആശാനുള്ള. എന്റെ മധുക്കുട്ടാ, ഇതാരാടാ? അത് ഇതിലായിട്ട് മനസ്സിലായി, അത് നിങ്ങളുടെ കെട്ടിയവനല്ലേ? എന്റെ കെട്ടിയവനാണെന്ന് എനിക്കറിയാം. നിന്റെ ആരാണെന്നാ ചോദിച്ചത്? അയ്യോ, അതെന്റെ കൺകണ്ട ദൈവ, എന്റെ ആശാൻ അത്. എന്നിട്ടാണാടാ നീ ഈ മദ്യവും മേടിച്ചിട്ട് വന്ന് നല്ലൊരു ദിവസമായിട്ട് ഇജ്ജേനെ കുടിപ്പിക്കാൻ വന്നത്? അതിനിങ്ങനെ ചൂടാക്കണോ? പിന്നെ ആശാൻ എന്നാ ചെയ്തത്? എന്തോ? ഇരിക്കുന്ന ഇരിപ്പിൽ 1/2 ലിറ്റർ ഒറ്റയ്ക്ക് അടിച്ചു തീർക്കും, അല്ലാതെ വല്ല കുഴപ്പമുണ്ടോ ആശാന്? ഇന്നു മുതൽ എന്തായാലും ആശാൻ ആ പണി നിർത്തി. 2025 ഇനി ആശാൻ നല്ലൊരു മനുഷ്യനായിരിക്കും. ഇനി മദ്യവെക്കത്തില്ല, ഒരു പരിപാടിയില്ല. അതുകൊണ്ട് മധുക്കുട്ടനെ എടുത്തിട്ട് പോ. എടുത്തിട്ട് പോ. അപ്പൊ ആശാനെ ഗുഡ് നൈറ്റ്. നീ അവിടെ നില്ല്. എടി, നീ എന്ത് പരിപാടിയെ കാണിച്ചത്? ഞാൻ 2025 കൂടി നിർത്തുന്നല്ലേ പറഞ്ഞത്. ആ 2025 ആവാൻ ഇനിയും സമയമുണ്ട്. ഞാൻ 12 മണി വരെ അടിക്കും. അത് കഴിയുമ്പോ ഞാൻ അടിക്കും. അതിലും മിച്ചം ഉണ്ടെങ്കിലല്ലേ നീ അടിക്കുള്ളൂ. ഇതടിക്കുന്ന കാര്യമല്ല, നിങ്ങളടിക്കും. ഇനി എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്.
ഓ മോനെ നീ ഇത് ഒഴിക്കടാ. ആശാൻ ഇതൊക്കെ എങ്ങനെ സഹിക്കുന്ന ആശാനെ? നീ ഒഴിക്കടാ. ചേച്ചി ക്ലാസ് ഉണ്ടോ? ഓ നിനക്ക് ഒരു വിവരവും ഇല്ലടാ. സ്കൂൾ അടച്ചിരിക്കല്ലേ, പിന്നെ എങ്ങനെ എനിക്ക് ക്ലാസ് ഉണ്ടാകണത്? എന്നാ കൗണ്ടർ അത്? ക്ലാസ് ഉണ്ടോ നോക്കിക്ക്. ആ ഇടം കിട്ടി. ആശാനെ പറഞ്ഞോണം. ഒഴിക്കടാ. ഒഴിക്ക്. അയ്യോ. ഒഴിക്ക്. ഒഴിക്കടാ. ഇനി ഒഴിച്ചാൽ തുളുമ്പി പോകത്തില്ലേ? എന്നാ മതി. ഓണ്ട് വെള്ളം ഒഴിക്കുന്നില്ലേ? വെള്ളം ഒഴിക്കാൻ സ്ഥലം വേണ്ടേ? ആ ഗ്ലാസും തരാവോ? മോനെ മധുക്കുട്ടാ നീ കൂടിയടാ. ഞാൻ വെള്ളം ഒഴിച്ചോളാം. ആശാന്റെ കറവ് പോട്ടെ. മോനെ മധുക്കുട്ടാ നീ എവിടെയാടാ വെട്ട്? ആശാൻ എന്നെ പഠിപ്പിച്ച പോലെ ഞാൻ റബ്ബറെ തന്നെയാ വെട്ടുന്നേ. അതല്ലടാ, നീ ഇപ്പൊ റബ്ബർ കിട്ടുമ്പോ എന്ത് കിട്ടും? ആ ഞങ്ങളുടെ അവിടെയൊക്കെ പാലാ കിട്ടുന്നത്. പിന്നെ റബ്ബറിൽ നിന്ന് തൈര് കിട്ടുവോ? എടാ അതല്ല ഞാൻ ചോദിച്ചത്. എടാ മരം ഒന്നിന് എത്ര കിട്ടുമെന്ന്. മരയോന്തിന് എന്നാ കിട്ടുമെന്ന് എന്നോടാണോ ചോദിക്കുന്നത്? നിങ്ങൾ പോയി ആ മരയോന്തിനോട് ചോദിക്കും. എടാ മരം ഒന്നിന്റെ കാര്യമാണ് പറഞ്ഞ. ഒരു മരത്തിന് എത്ര കിട്ടുമെന്നാണ് ഞാൻ ചോദിച്ചത്. ആഹാ ടച്ചിങ് ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. കഴിഞ്ഞ ആഴ്ച ഇലക്ട്രിസിറ്റിക്കാർ വന്നെല്ലാം വെട്ടിക്കളഞ്ഞു. എന്റെ ചെയ്യുമ്പോ ഞാൻ ആരോട് പറയാനാ? ഒരെണ്ണം കൂടെ ഊറ്റിക്കോട്ടെ. വേണ്ട മോനെ മധുക്കുട്ടാ. എടാ നീ കൊണ്ടുവന്ന സാധനം അടിച്ചപ്പോ എനിക്ക് ഇവിടെ ഭയങ്കര തലവേദനടാ. അവിടെ തലവേദന വരാതെ പിന്നെ അറ്റാക്ക് വരും ആശാനെ. ഇത് സാധാരണ തലവേദന അല്ല മധുക്കുട്ടാ. പിന്നെ ഇത് നമ്മള് ഇംഗ്ലീഷ് പറയുമ്പോ തെറിയാറ്റ് കേൾക്കണം. മലയാളത്തിലെ തലവേദന ഉണ്ടല്ലോ. ഓ മൈഗ്രെയിൻ. കറക്റ്റ് മൈഗ്രെയിൻ. മധുക്കുട്ടാ നീ എന്താടാ പെണ്ണ് കെട്ടാത്തത്? എന്നാ ആശാനെ ഒന്നും പറയണ്ട. എനിക്ക് പെണ്ണ് കെട്ടണമെന്ന് ഭയങ്കര ആഗ്രഹ. പക്ഷെ എന്റെ സങ്കല്പത്തിലുള്ള ഒരു പെണ്ണിനെ എനിക്ക് ഇതുവരെയായിട്ട് കിട്ടിയിട്ടില്ല. മധുക്കുട്ടാ ഈ ശരീരത്തിലും സങ്കല്പോ? എന്റെ സങ്കല്പം എന്ന് പറഞ്ഞോണ്ടല്ലോ, ഈ പൊക്കത്തിലുള്ള ഒരു പെണ്ണ് വേണം. അവള് കണ്ണാടി പോലെ ഇരിക്കണം. അപ്പൊ നിനക്ക് പെണ്ണല്ല ആവശ്യം, നിനക്ക് വേണ്ടത് ബുർജ് ഖലീഫ. എന്റെ പെണ്ണെ നിങ്ങൾ ഇപ്പോഴും വെള്ളം അടിച്ചോണ്ടിരിക്കുകയാണ്. എന്റെ മനുഷ്യരെ ന്യൂ ഇയർ സമയമായി. മണി 12 പോകും. ന്യൂ ഇയർ ആഘോഷിക്കണില്ലേ? നമുക്ക് ന്യൂ ഇയർ ആഘോഷിക്കാം. ന്യൂ ഇയർ ആഘോഷിക്കാം. എനിക്കല്ലേ ബലൂൺ. ന്യൂ ഇയർ ആഘോഷിക്കാന്ന്. മണി 12 ആയി. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. ഇതാണ് ഹാപ്പി ന്യൂ ഇയർ. കൗസല്യാ സുപ്രജാ രാമപൂർവ സന്ധ്യാ പ്രവർത്തത്തെ ഉത്തിഷ്ഠ നരശാർദൂല കർത്തവ്യം ദൈവമാന്തികം. അത് കൊള്ളാം. ന്യൂ ഇയർ ആഘോഷിച്ച് ഈ ചെറുക്കൻ ഇന്നലെ വീട്ടിൽ പോയില്ലേ? എടാ മധുക്കുട്ടാ, ഞാൻ നിനക്ക് വീടും കൂടിയൊന്നും ഇല്ലേടാ. നിനക്ക് പോകണ്ടേ? ഞാൻ എന്റെ വീട്ടിലല്ലേ. എടാ പണിക്ക് പോകണ്ടേ? പണിക്ക് പോണോ? എടാ 1-ാം തീയതിയായിട്ട് പണിക്ക് പോയില്ലെങ്കിൽ ഈ വർഷം മുഴുവൻ പോകും. ചേട്ടായി എഴുന്നേറ്റ് ഈ കാപ്പി കുടിച്ചിട്ട് പണിക്ക് പോകാൻ നോക്കും. കാപ്പി ഉണ്ട്, ഞാൻ പഠിക്കുമല്ലോ. എനിക്ക് ഭയങ്കര ഈ കാപ്പി കുടിച്ചിട്ട് പണിക്ക് പോകാൻ നോക്കാൻ. പണിക്ക് പോകണില്ല. എടാ ഒന്ന് പറയടാ. എന്നാ കൊണ്ടേ കൊടുത്തേ? കാപ്പി ഒന്നും കൊടുത്താൽ ഇത് ഞാനൊന്നും പണിക്ക് പോകത്തില്ല. പിന്നെ ഞാൻ കൊടുക്കേണ്ട സാധനം ഞാൻ തരാം. എന്തോന്നു? ഇന്നലെ ഞാൻ അടിച്ചതിന്റെ ബാലൻസാ. എന്റെ ചെറുക്ക പുള്ളിക്കാരൻ ഇന്നലത്തെ കൊണ്ട് അടി നിർത്തി. അടി നിർത്തിയാ പുള്ളി പണി നിർത്തും. അതുകൊണ്ട് ഇതങ്ങ് കൊടുത്തു നോക്കി എഴുന്നേറ്റ് പണിക്ക് പൊക്കോളും. കൊടുക്കാല്ലേ? ആ കൊടുത്തു നോക്ക്. ചേട്ടായിയേ ഇതങ്ങാട്ട് കുടിക്ക്. കാപ്പി വേണ്ട. കാപ്പിയല്ല, ഇന്നലത്തെ ബാക്കിയാണ്. ഞാൻ പറഞ്ഞതില്ലേ? ഞാൻ എന്റെ വാക്ക് പാലിച്ചിട്ടുണ്ട്. നീയാണ് എന്നെ കൊണ്ട് കുടിപ്പിച്ചത്. അപ്പൊ നിങ്ങൾ ഈ കുടി നിർത്തിയില്ലേ? ഞാൻ ഇന്നും അത് തുടങ്ങി. അപ്പൊ ഇനി എന്ത് ചെയ്യും? ഇനി 2026 കുടി നിർത്താം. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.